ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ 3 സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. വലിയ സമ്പന്നരാകണം എന്നവർ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ഗ്രാമത്തിലെ സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് കൂടുതൽ പണം സമ്പാദിച്ച് സമ്പന്നരാകാൻ സാധിച്ചില്ല. അങ്ങനെ അവർ പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു. സുദീർഘമായ ആ യാത്രയിൽ വിജനമായ വഴിയിലൂടെ നടക്കുമ്പോൾ വഴിയിൽ ഒരു പണക്കിഴി വീണു കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരത് എടുത്തു തുറന്നു നോക്കി. നിറയെ സ്വർണ്ണ നാണയങ്ങൾ. ആ പണക്കിഴി കിട്ടിയതിൽ അവർ വളരെയധികം സന്തോഷിച്ചു. ആ പണം 3 പേർക്കും തുല്യമായി വീതിച്ച് നാട്ടിലേക്ക് മടങ്ങാം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് അവർ സ്വർണ്ണ നാണയങ്ങൾ ഓഹരി വയ്ക്കാൻ തുടങ്ങി. നല്ല വിശപ്പ് അനുഭവപ്പെട്ടതിനാൽ ഒരാൾ ഭക്ഷണം വാങ്ങാനായി ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ഭക്ഷണം വാങ്ങാൻ പോയ സുഹൃത്ത് വഴിമധ്യേ മനസ്സിൽ വിചാരിച്ചു, മറ്റു 2 പേരെയും കൊന്നാൽ സ്വർണ്ണ നാണയങ്ങൾ എല്ലാം തനിക്കു തന്നെ. അങ്ങനെ ഭക്ഷണം വാങ്ങിയ ശേഷം കുറച്ച് വിഷം വാങ്ങി ഭക്ഷണത്തിൽ ചേർത്തു. സുഹൃത്തുക്കളുടെ അടുത്തേക്ക് തിരികെ പോയി. ഈ സമയം മറ്റു 2 സുഹൃത്തുക്കളും അത്യാഗ്രഹികളായി മാറിയിരുന്നു. 3ാമത്തെ സുഹൃത്തിനെ കൊന്നാൽ എല്ലാ നാണയങ്ങളും തങ്ങൾക്കിടയിൽ 2ആയി വിഭജിക്കാം. അങ്ങനെ അവനെ കൊല്ലാൻ ഇരുവരും തീരുമാനിച്ചു. ആ സുഹൃത്ത് ഭക്ഷണവുമായി മടങ്ങിയെത്തിയപ്പോൾ മറ്റു 2 പേർ അവൻ്റെ നേരെ ചാടി വീണു ഉടൻ തന്നെ കൊലപ്പെടുത്തി. അങ്ങനെ അവർ നാണയങ്ങൾ 2ആയി വിഭജിച്ച് കൊല്ലപ്പെട്ട സുഹൃത്ത് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇരുവരും വിശപ്പിൻ്റെ കാഠിന്യത്താൽ ഭക്ഷണം പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്തു. മിനിറ്റുകൾക്കകം ഇരുവരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു വീണു. ഈ കഥയിലെ 3 സുഹൃത്തുക്കളും സമ്പന്നരാകാൻ ആഗ്രഹിച്ചു. പക്ഷേ അവരുടെ അത്യാഗ്രഹം അവരെ ദുഷ്ടതയിലേക്കും അക്രമത്തിലേക്കും നയിച്ചു. അവസാനം അവർക്ക് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. എല്ലായ്പ്പോഴും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ദുഃഖത്തിലേക്കും നിരാശയിലേക്കും നയിക്കും. ഉള്ളതിൽ സംതൃപ്തരായിരിക്കാൻ പഠിക്കുക.